ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഊട്ടിയിലാണ്. വൈകുന്നേരം ആയിക്കുണ്ട്, ചായ കുടിക്കുകയാണ്. ഊട്ടീൻ്റെ ഏതോ ഒരു മൂലക്കാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, ബാക്കിയുള്ളവർ കട ഉണ്ട്, അങ്ങോട്ട് പോകാം നമുക്ക്. ഈ മണിയേട്ടൻ്റെ ചായക്കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ. നമ്മളെ അളിയനെ താടുണ്ട്, ചെങ്ങായിക്ക് അറിയുന്ന ഒരാളെ കടയാണ് കേട്ടോ ഈ മണിയേട്ടൻ. നമ്മളിത് ഈ വഴിയാണ് വന്നത്. ഇനി നമുക്ക് ഇങ്ങനെ പോകണം. ഇത് നമ്മളെ കോയമ്പത്തൂരിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലേക്കാണ് പോകേണ്ടത്. ഇനി ഇവിടെ നേരെ അങ്ങോട്ട് പോകണം. നമ്മളങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. പുറത്തുള്ള വ്യൂ ആണ് ഇതുണ്ടോ. അവിടെ ഫുള്ള് കൃഷിയാണെന്ന് തോന്നുന്നു. കൃഷിയായിരിക്കും, വേറെ ഒന്നുമില്ല. ഇവിടെയൊക്കെ കാടാണ്. കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, മഞ്ഞപ്പൂക്കൾ. നല്ല രസമല്ലേ. കാടായാലും നല്ല വൈബ് സ്ഥലം. ഇത് എന്തോ ചീരനെ പോലെയൊക്കെ ഉണ്ട്. നമ്മളെ എന്താ ചെടിയാണ്, എന്തെങ്കിലും അവിടെ. നമ്മളങ്ങനെ ലൗഡേൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ മീൻസ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം കാണിച്ചു തരാം. ഒരു സംഭവമല്ല, കുറേ സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് സ്റ്റേഷൻ. ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ട്രെയിൻ വരുന്നതാണ് ഇവിടുത്തൊരു ചങ്ങായി പറഞ്ഞത് നമ്മളോട്. എവിടെ പോയി? ഇതാ ലൗഡേൽ. ഇപ്പോൾ ഒരു ട്രെയിൻ വരും. അപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടോ, നല്ല രസമല്ലേ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. നമ്മളെ ദാച്ചപ്പൻ അതാണ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാ ചെക്കനതാ കിടന്നുറങ്ങി. ഉറങ്ങിക്കാടാ, ഉറങ്ങിക്കോ. ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നല്ല ടാസ്ക് തന്നെയാ. അതാ ഇവിടെ ഫുള്ള് പൈൻ്റെ മരം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഇപ്പോൾ ട്രെയിനില്ല ഗൈസ്, ഇനി നാളെ ഉള്ളൂ. അടക്ക്. അപ്പോൾ നമ്മളിതാ ട്രാക്കിൽ ഇറങ്ങിയിട്ട് ഫുള്ള് ഫോട്ടോ എടുക്കലാണ്. ബാക്കിൽ ഫുള്ള് ഫോറസ്റ്റ് ആണ്. നമ്മളെ കുഞ്ഞിച്ചേച്ചി എന്താ പറയാനുള്ളത്? തണുപ്പുണ്ടാവും, സ്വാഭാവികം. ദാസപ്പ എനിക്കെന്താ പറയാനുള്ളത്? ചെക്കനൊന്നും പറയാനില്ല. നമുക്ക് ട്രാക്കിൽ ഇറങ്ങി. ഇനിയിപ്പോൾ ട്രെയിനൊന്നുമില്ല, എന്നെക്കൊണ്ട് സീനില്ല. ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയ ഒരു ടണലുണ്ട്. പക്ഷേ അവിടെ പോയാൽ ഇപ്പോൾ ഇരുടാവാനായിക്കുണ്ട്. അപ്പോൾ എനിമൽസൊക്കെ ഇറങ്ങും എന്നാണ് ഇവിടുത്തെ ചങ്ങായി പറഞ്ഞത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു അടിപൊളി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടാവും, മൊത്തം തേയിലത്തോട്ടാണ്. എൻ്റെ നടുക്കത്തെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയില്ല, നല്ല രസമല്ലേ കാണുമ്പോൾ. മൊത്തം തേയിലത്തോട്ടത്തിൻ്റെ നടുക്കല്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇരുടായി വരുന്നുണ്ട്. എന്തായാലും ഇത് നല്ല വൈബ് സ്ഥലം കേട്ടോ. ഇടല്ലോ കാണുന്നുണ്ട്. സ്ഥലത്തിൻ്റെ പേരെന്ന് അറിയാത്തതിനോണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് കയറാം, പോവാം. നല്ല തണുപ്പ്. അയ്യോ, ജാക്കറ്റ് ഇടല്ലേ. അപ്പോൾ അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളാണ്. പിന്നെ അവിടെയൊക്കെ എന്തെല്ലാം കൃഷിയൊക്കെ ഉണ്ട്. നമ്മളെ ഈ ക്യാരറ്റും ഇവിടെ ഈ ഊട്ടിയിലൊക്കെ ഉള്ളതായിട്ട് എന്തെങ്കിലും കൃഷിയൊക്കെ ആയിരിക്കും. ഇവിടുന്ന് മര്യാദക്ക് കാണൂല. എന്തായാലും ഇവിടുത്തെ അവിടെ നിന്ന് വീടുകളൊക്കെ ഉണ്ടോ, ചെറിയ ചെറിയ വീടുകൾ. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു വൈബ് സ്ഥലം തന്നെ. ഇത് ഇപ്പുറത്തോട്ടുണ്ടോ ഒരു ചെറിയ റോഡൊക്കെ ആയിട്ട് ഫുള്ള് വൈബ് സ്ഥലം തന്നെ അല്ലേ. എന്ത് വൈബ് സ്ഥലമല്ലേ. ആ കാണുന്ന സംഭവം നമ്മളെ ഫോട്ടോഗ്രാഫി ഒക്കെ പഠിപ്പിക്കുന്ന കോഴ്സൊക്കെ ഉള്ള കോളേജാണ്. അത് കോളേജാ അത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. അയ്യോ, നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. തമ്പി ഇങ്ങ പറ, ചെക്കനേതോ ലോകത്താ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നടന്നു പോകാൻ. നല്ല തിരക്കുണ്ട്, നല്ല വൈബുണ്ട്, നല്ല തണുപ്പുണ്ട്. അതാണിപ്പോൾ പറയാനുള്ളത്. ചുണ്ടൊക്കെ ഒരുമാതിരി ഇതാവുന്നുണ്ട്. അയ്യോ, എങ്ങോട്ടാ നേരത്തെ അല്ലേ? നേരത്തെ നമ്മൾ പോകണം. ഈ സൈഡിൽ കൂടെ പോകുന്നത്. അങ്ങനെ നമ്മൾ മഷ്റൂം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് മറ്റേ മഷ്റൂം, എന്ത് മഷ്റൂം?
സാധാ കഴിക്കുന്ന മഷ്റൂം, മാജിക് മഷ്റൂം ഒന്നല്ലോ കേട്ടോ. ഇത് മിക്സിംഗ് ആണ്. ഇത് സോയ, പിന്നെ നൂഡിൽസ് ഉണ്ട്, മഷ്റൂം ഉണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടല്ലേ. കഴിച്ചോക്ക്, കഴിക്കി. നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള സാധനം, അടിപൊളിയാണ്. ചെക്കൻ എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഉള്ളിയാണ്. അടിപൊളി സാധനം. പിന്നെ ഉള്ളി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവന് ഉള്ളി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. നല്ല തണുപ്പുണ്ട് ഇപ്പൊ. സ്കൂട്ടർ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ കറങ്ങാൻ വേണ്ടിട്ട് പോവാന് റൂം പോയി ചെക്കൻ ഒരു സ്കൂട്ടർ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോകണം പ്ലാൻ ചെയ്തു. പക്ഷെ നല്ല തണുപ്പുണ്ട് ഇവിടെ. നമുക്ക് ഇതിനധികം തണുപ്പൊന്നും കൊണ്ട് ശീലമില്ലാത്തതുകൊണ്ട് വയനാട്ടിൽ എന്ന് പറയുമ്പോ എത്രയാ, ഒരു കൂടി പോയ ഒരു 23 അതന്നെ അത്രയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ബ്ലാങ്കറ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ട് നല്ല തണുപ്പുണ്ട്. ഇനി ഇപ്പൊ കിടന്നുറങ്ങിയ നാളെ രാവിലെ എണീക്കുക, എന്നിട്ട് നാളെ രാവിലെ കാണാം. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. അലാറം വെച്ചിരിക്കുന്നു. കറക്റ്റ് 7 മണിക്ക് എണീറ്റ്. തണുപ്പുണ്ട്, വെയിലിങ്ങനെ അരച്ച് വരുന്നുണ്ട്. കാണിച്ചു തരാം. വെയിൽ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. രാവിലത്തെ വ്യൂ ആണിത്. കുഴപ്പമില്ലാത്തൊരു അടിപൊളി വ്യൂ. അങ്ങോട്ട് നല്ല രസമുണ്ട്. ഇവിടെ മൊത്തം കാടാണെങ്കിലും അവിടേക്ക് നല്ല രസമുണ്ട്. നമ്മൾ കുടിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ വന്നതാണ് ഇവിടെ. അപ്പോൾ എൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും മുകളിലുള്ള, അപ്പോൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഒരു സൈഡിൽ കുറച്ച് വീട്, പിന്നെ കുറച്ച് കൃഷി. ഫുള്ള് ക്യാറ്റല്ലേ? ക്യാറ്റാണോ തേയിലയാണോ? അത് തേയിലയാ? ഓക്കെ ഓക്കെ, അത് തേയിലയാണ്. അത് ഏതാ താഴെ അത് ക്യാറ്റാട്ടോ. ഇനി കുറച്ചേരം താഴെ പോയിട്ട് വെയിൽ കൊള്ളണം. ചുണ്ടൊക്കെ ഒരു മാതിരി, സംസാരിക്കുമ്പോൾ ഒരു മാതിരി ഇല്ല. നമ്മൾ പിന്നെ തണുപ്പ് കൊള്ളാനാണ് ഇങ്ങോട്ട് വന്നല്ലേ. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആസ്വദിക്കണം. വെള്ളമൊക്കെ സെറ്റാക്കി എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നല്ല പോകണം. എന്തായാലും ഇവിടെ അടിപൊളി വ്യൂ ആണ്. താഴേക്ക് പോവാം. നമ്മളങ്ങനെ ദാച്ചപ്പനെയും കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. വെറുതെ തണുക്കിറങ്ങി. ഒരു വണ്ടി വരുന്നുണ്ട്, വലിയ വണ്ടിയാണ്. നമുക്ക് ഇവിടുന്ന് പോവാം. ബ്ലോക്കാവും. വെയില് ഈടെയാണ് നമ്മൾ നിന്ന്. നമുക്കിനി ഇതിലെക്കൂടിയാണ് പോകേണ്ടത്. ഇതിലെക്കൂടെ പോയാൽ ഇടത്തുനിന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അതിനെക്കൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്കെന്താ പറയാനുള്ളത്? ഡാ പറ. പിന്നെ ഇനി നമുക്കൊന്ന് കുളിക്കണം. എനിക്കൊരാഗ്രഹമുണ്ട്, ഇവിടുന്ന് പച്ചവെള്ളത്തിൽ കുളിക്കണം. നല്ല തണുപ്പുണ്ട്. രാവിലെ മൊങ്ങ കഴിയപ്പോൾ ഐസും വെള്ളം പോലെ ഉണ്ട്. ഒന്ന് കുളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെയിലുകൊണ്ട് ചൂടാക്കണം. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കും. പറഞ്ഞ പോലെ നമ്മൾ പച്ചവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളത്തിൽ. ഇപ്പോൾ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഷൂട്ടിംഗ് സ്പോട്ടിലാണല്ലോ, അതിൻ്റെ അടുത്താണുള്ളത്. അവിടെയൊക്കെ പോയി. അവിടെ നിന്നും എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ മുമ്പ് മറ്റേടേക്ക് പോയിട്ടുണ്ട്, മറ്റേ ബോട്ടിൻ്റെ അവിടേക്ക്. അവിടെ നിന്നും മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. വേണ്ട, കുറച്ച് കാട്ടുപോത്താണോ കാട്ടുകാളയാണോ എന്താ അറിയില്ല, പോത്താൻ തോന്നുന്നു. കുതിരയോ എന്തെല്ലാം പോലെ ഉണ്ട്. ആടുന്ന് ഇങ്ങനെ പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തണുപ്പ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നല്ല പോവാം. നമ്മളിപ്പോൾ ഒരു അടിപൊളി നല്ല വ്യൂ അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. നല്ല രസമായിരിക്കും ഇവിടുന്ന് ചായ കുടിക്കാൻ. ഞാൻ പക്ഷേ ചായ കുടിക്കുന്നില്ല. ചായ കുടിച്ച് മടുത്ത്. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു തേയിലത്തോട്ടാണ്. കണ്ടോ, നല്ല രസമുണ്ട്. ഇനി അങ്ങോട്ട് പോവാം. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി അടുത്ത സ്ഥലം ചപ്പാ. നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ടീ എസ്റ്റേറ്റ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കണം. പൈസ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു മലയാളീസാണോ തമിഴാണോ കേരളാണോ കന്നഡയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പൈസയൊക്കെ പറയാം. എന്തായാലും അടിപൊളി സ്ഥലമാണ്.
അപ്പോൾ അടുത്ത സ്ഥലം പോവാം. നമ്മളങ്ങനെ യൂക്കാലിത്തോട്ടത്തിൻ്റെ നടുക്കെത്തിയിരിക്കുകയാണ്. മൊത്തം യൂക്കാലിയാണ്. ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ചെവി കടഞ്ഞുപോയി. ഇതൊക്കെയായിരുന്നു നമ്മളെ ഊട്ടിയിലത്തെ ഓരോരോ സംഭവങ്ങളും കാഴ്ചകളൊക്കെ ഞാനെടുത്തത്. പിന്നെ കുറേയൊന്നും നമ്മൾ എടുത്തിക്കില്ല, ഒന്നുമില്ല. ഫുള്ള് വൈബേനു. ട്രിപ്പ് അടിപൊളിയാക്കിനു. നമ്മൾ മസനഗുഡി വഴിയാണ് ഊട്ടിയിലെത്തിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ മൃഗങ്ങളെയും നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഊട്ടിയിലെത്തിയത്. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ വരുമ്പോൾ ഗൂഡല്ലൂർ ബത്തേരി അതിൽ കൂടി വന്നേ മാനന്തവാടിയിലെത്തി. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ.